വയനാട് പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ പിടിക്കാൻ ദൗത്യ സംഘമെത്തി. ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് സംഘം എത്തിയിട്ടുള്ളത്. ഭാഗമായിട്ടാണ് ഡോക്ടർ അരുൺ സക്കറിയ സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഈ പറയുന്ന ആദ്യത്തെ കൂട് വെച്ചതും രണ്ടാമത്തെ കൂട് വെച്ച പ്രദേശം പരിശോധിക്കും. മാത്രവുമല്ല ഈ പറയുന്ന കടുവ തങ്ങാൻ സാധ്യതയുള്ള ചതുപ്പ് സ്ഥലങ്ങൾ നമ്മൾ പരിശോധന വിധേയമാക്കും. അതല്ലാതെ ഈ പറയുന്ന കാടുമൂടി കിടക്കുന്ന സ്ഥലങ്ങളോ ഈ പറയുന്ന ഒളിത്താവളങ്ങളോ ഉണ്ടെങ്കിൽ അതും പരിശോധന വിധേയമാക്കും. കുങ്കിയാനങ്ങളെ കൊണ്ടുവരാനുള്ള ശ്രമവും വൈൽഡ് ലൈഫ് വാർഡൻ സുൽത്താൻ ബത്തേരിയുമായിട്ട് ബന്ധപ്പെട്ട് ശ്രമിക്കുന്നുണ്ട്. 2 കുങ്കിയാനകളെ കൊണ്ടുവരാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. തൊട്ടടുത്ത് വന്യജീവി സങ്കേതമാണ്. അങ്ങോട്ടേക്ക് ചിലപ്പോൾ പോവാതിരിക്കാം. അതൊന്നും നമുക്ക് തീർച്ചപ്പെടുത്തി പറയാൻ കഴിയില്ല. സാധ്യമായിട്ടുള്ള എല്ലാ പരിശോധനകളും നമ്മൾ ഇന്ന് നടത്തുന്നതാണ്. റഡാറിൽ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഡിപ്ലോയ് ചെയ്ത ക്യാമറ ട്രാപ്പിലും AI ക്യാമറയിലൊന്നും തന്നെ കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടില്ല. നമ്മുടെ ഡാറ്റാബേസിൽ ഉള്ള ഒരു കടുവയല്ല എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചെറിയ പരിക്കുണ്ട്. അത് ഈ പറയുന്ന ബന്ദിപ്പൂർ മേഖലയിൽ നിന്ന് വന്നതാകാം എന്നുള്ളതാണ് അനുമാനം. അവരുമായിട്ടും ബന്ധപ്പെടുന്നുണ്ട്. മാത്രമല്ല ഈ ദേശീയ കടുവ അതോറിറ്റിയുടെ ഡാറ്റാബേസിൽ നമ്മൾ പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി PS അർജുൻ ചേരുന്നു. അർജുൻ, വയനാട് പുൽപ്പള്ളിയിൽ നാട്ടിലിറങ്ങിയ കടുവയെ പിടികൂടാനായി വനപാലകരും പോലീസുമെല്ലാം നിതാന്ത ജാഗ്രതയോടെ ഈ പ്രദേശത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അവിടെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിൽ മയക്കുവെടി വെക്കാനുള്ള തയ്യാറെടുപ്പുകളും പൂർത്തിയായിട്ടുണ്ട്. ഇതിനെ കൂടുവെച്ച് പിടിക്കാനുള്ള ശ്രമങ്ങളും ഇതിനിടെ നടക്കുന്നു. കടുവയെ വേണ്ടി വന്നാൽ മയക്കുവെടി വെക്കാൻ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം തന്നെ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അരുൺ സക്കറിയ ഈ സ്ഥലത്ത് എത്തിയത്. പക്ഷെ ഇന്നു മുതലാണ് ഈ ദൗത്യം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏകദേശം 8:00 തന്നെ ഈ ദൗത്യ സംഘം ഈ സ്ഥലത്ത് അമരക്കുനിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവർ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയായിരുന്നു. ഏത് തരത്തിൽ കടുവയെ പിടികൂടണം, മയക്കുപിടി വെക്കണോ, അല്ലെങ്കിൽ കൂട് സ്ഥാപിച്ച് പിടിച്ചാൽ മതിയോ എന്നുള്ള തരത്തിലുള്ള ആശയങ്ങൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അതിൽ ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവശ നിലയിലുള്ള ഒരു കടുവയാണ് അവിടെയുള്ളത്. കാലിന് പരിക്കുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ചെറിയ പരിക്കുള്ള കടുവ ആയതുകൊണ്ട് തന്നെ അതിനെ കൃത്യമായി പിടികൂടണമെങ്കിൽ അത് ചത്തുപോകാതെ അല്ലെങ്കിൽ അതിന് ആപത്തൊന്നും സംഭവിക്കാത്ത രീതിയിൽ അതിനെ പിടികൂടേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അതിനുള്ള ചർച്ച വലിയ രീതിയിൽ നടക്കുകയായിരുന്നു. എന്തായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള ഒരു ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ട്. കടുവയെ ഒന്നെങ്കിൽ കൂടുവെച്ച് പിടിക്കുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ മയക്കുവെടി വെക്കുക എന്നുള്ളതടക്കമുള്ള ഒരു നിർദ്ദേശമാണ് ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രശസ്തനായ, അതായത് ഓരോ സ്ഥലങ്ങളിലും എവിടെയൊക്കെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുണ്ടോ, വന്യമൃഗ ആക്രമണമുണ്ടോ അവിടെയൊക്കെ ഇറങ്ങിക്കൊണ്ട് ശാസ്ത്രീയമായ രീതിയിൽ തന്നെ കടുവയെ പിടികൂടുന്ന ഈ അരുൺ സക്കറിയെ തന്നെ വലിയ രീതിയിൽ ഓരോ തവണയും നമ്മൾ ഈ പേര് കേൾക്കുന്നതാണ്. ഇത്തരത്തിൽ അരുൺ സക്കറിയെ തന്നെയാണ് ഇപ്പോൾ ഇവിടെയും ഇത്തരത്തിൽ മയക്കുവെടി വെക്കണമെങ്കിൽ ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്നാഹത്തോടെയാണ് ഇത്തരത്തിൽ അമരക്കുനിയിൽ ഫോറസ്റ്റ് അടക്കമുള്ളവർ എത്തിയിട്ടുള്ളത്. സ്വാഭാവികമായും തൊട്ടടുത്തുള്ള വനപ്രദേശം, ചതുപ്പ്, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഉള്ള പ്രധാന ഒരു വിവരം എന്ന് പറയുന്നത് ഇത് കേരള ഫോറസ്റ്റിന്റെ അല്ലെങ്കിൽ ഈ പുൽപ്പള്ളി പരിധിയിൽ വരുന്നതോ അല്ലെങ്കിൽ കേരള ഫോറസ്റ്റ് പരിധിയിൽ വരുന്നതോ ആയിട്ടുള്ള ഒരു കടുവയല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ലിസ്റ്റിൽ ഈ കടുവ ഉൾപ്പെടുന്നില്ല. അങ്ങനെയെങ്കിൽ ബന്ദിപ്പൂരിൽ നിന്ന്, കർണാടകയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കടുവയായിരിക്കാം എന്നുള്ളതാണ് ഇവർ കരുതുന്നത്. അത്തരത്തിലാണെങ്കിൽ തന്നെയും ഈ കടുവയെ പിടികൂടിയാൽ പിന്നീട് എങ്ങോട്ടാണ് മാറ്റുക എന്നുള്ളതിൽ ഒരു ആശയക്കുഴപ്പമുണ്ട്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സന്നാഹം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചതുപ്പ് പ്രദേശങ്ങൾ, കാടുകൾ, ഇത്തരത്തിലുള്ള പൊന്തക്കാടുകൾ എന്നിവിടങ്ങളിലായിരിക്കും പ്രധാനമായും പരിശോധന നടത്തുക. വയനാട് പുൽപ്പള്ളിയിലാണ് അമരക്കുനിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ വനപാലകരും അതേപോലെ തന്നെ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘവും അവിടെ ക്യാമ്പ് ചെയ്യുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു PS അർജുൻ.